ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു. ചെന്നൈയിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്ന മമ്മൂട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആൻഡോ ജോസഫ് പറഞ്ഞു. മമ്മൂക്ക ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ടെസ്റ്റുകളെല്ലാം ഫലം കണ്ടു. അദ്ദേഹം ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. വൈകാതെ തന്നെ മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ സെറ്റിൽ ജോയിൻ ചെയ്യും. ഇതാണ് ആൻഡോ ജോസഫ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആ ഫേസ്ബുക്കിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യനില ഒരുപാട് പേരെ ആശങ്കപ്പെടുത്തിയിരുന്നു. കേരളത്തെ ഒട്ടാകെ, ഇന്ത്യയിലൊട്ടാകെയുള്ള ആരാധകരെ ആശങ്കപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടിക്ക് ഒന്നുമില്ല എന്നാണ് ഒന്നുമില്ലെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും പൂർവാധികം സുന്ദരനാണെന്നും മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നും വൈകാതെ തന്നെ ജോയിൻ ചെയ്യുമെന്നും ആൻഡോ ജോസഫ് പറയുന്നു. ആൻഡോ ജോസഫ് പറയുന്നതിന് താഴെ സിനിമാ താരങ്ങളും മമ്മൂട്ടി ഫാൻസുകാരും ഒക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. ആ ആൻഡോ ജോസഫിൻ്റെ ഫേസ്ബുക്കിന് താഴെ നിരവധി കമൻറ്റുകളാണ് വന്ന് നിറയുന്നത്. കളങ്കാവലാണ് മമ്മൂട്ടിയുടെ ഇറങ്ങാൻ പോകുന്ന ചിത്രം. ആ ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് ആൾക്കാർ കാണുന്നത്. സയനൈഡ് മോഹനായാണ് മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. വിനായകനാണ് അതിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ തീപ്പൊരി വാറിക്കുന്നവയാണെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മഹേഷ് നാരായണൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ മമ്മൂട്ടി വീണ്ടും എത്തുന്നു എന്നുള്ളത് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകുന്നു. മലയാള സിനിമയിലെ കാൽപ്പനികതയുടെ രാജാവാണ് മമ്മൂട്ടി. 73-ാം വയസ്സിലും അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരം. 73-ാം വയസ്സിലും മെഗാതാരം തന്നെയാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ആ ഒരു സ്റ്റാർഡം കാത്തു സൂക്ഷിക്കുന്നത് രജനീകാന്ത് മാത്രമാണ്. രജനീകാന്തും അമിതാഭ് ബച്ചനും മാത്രമാണ്. കമൽഹാസൻ പോലും തമിഴ് സിനിമയിൽ അപ്രസക്തനായി കഴിഞ്ഞു. പക്ഷേ മലയാളത്തിൽ മമ്മൂട്ടിക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. മലയാളത്തിൽ മമ്മൂട്ടിക്ക് ഇപ്പോഴും ഒരിടമുണ്ട്. തൻ്റേതായ ആരാധക വൃന്ദമുണ്ട്. വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നു മമ്മൂട്ടി. അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. അദ്ദേഹത്തിന് 100 കോടി ക്ലബിലോ 200 കോടി ക്ലബിലോ കയറുന്ന സിനിമയിൽ അഭിനയിക്കണമെന്നില്ല. മറിച്ച് കലാമൂല്യമുള്ള സിനിമകളാണ് അദ്ദേഹം അടുത്ത കാലത്തായി തിരഞ്ഞെടുക്കുന്നത്. കാതൽ ദിക്കോർ, ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. പുഴു തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുകയാണ് മമ്മൂട്ടി. ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്തതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുകയാണ് മമ്മൂട്ടി. അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. മെഗാതാരം വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ആവേശത്തിലാണ്. കളങ്കാവലാണ് ഉടൻ തന്നെ ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം. കന്യാകുമാരി പരിസരത്ത് നടക്കുന്ന ഒരാചാരത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണിത്. അതിൽ സയനൈഡ് മോഹൻ എന്ന പ്രതിനായക വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നു. ഭ്രമയുഗത്തിലും മമ്മൂട്ടി പ്രതിനായകനായിരുന്നു. അധികാരത്തിൻ്റെ പ്രതീകമായിരുന്നു. അതിലും അസാധ്യമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിനിടയ്ക്ക് ചില യൂട്യൂബർമാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും മറ്റും പറഞ്ഞ് ഓരിയിട്ടു. അതൊക്കെ ഈ ഷാജൻ സ്കറിയെ പോലെയുള്ള യൂട്യൂബർമാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും മമ്മൂട്ടി ഇനി അഭിനയിക്കില്ലെന്നും ഒക്കെ പല വിധത്തിലുള്ള വാർത്തകൾ പരന്നു. മമ്മൂട്ടി ഫാൻസുകാർ അന്തം വിട്ടു. അപ്പോഴേ മമ്മൂട്ടിയുടെ കുടുംബം അതിനോട് പ്രതികരിച്ചു. പ്രത്യേകിച്ചും ദുൽഖർ തന്നെ പ്രതികരിച്ചു. തൻ്റെ പിതാവിന് യാതൊരു പ്രശ്നവുമില്ലെന്നും അദ്ദേഹത്തിന് ഛർദിയും ശരീര തളർച്ചയും മാത്രമാണ് ഉണ്ടായതെന്നും ഒക്കെ പ്രതികരിച്ചു. പക്ഷേ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയും ഒക്കെ മമ്മൂട്ടിയുടെ അസുഖത്തെ അവരുടേതായ രീതിയിൽ ആഘോഷിച്ചു. അതെ, ആ ആഘോഷങ്ങളെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പൊളിറ്റിക്സ് കേരള മുമ്പേ പറഞ്ഞു മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം മാത്രമേ ഉള്ളൂ, അദ്ദേഹം തിരിച്ചെത്തുമെന്ന്. അതെ, അദ്ദേഹം തിരിച്ചെത്തുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ സൗന്ദര്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം തിരിച്ചെത്തുന്നു. ആ തിരിച്ചെത്തലിന് ഒരു കൗതുകമുണ്ട്. കളങ്കാവലിൽ മമ്മൂട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാവും? കാത്തിരുന്ന് കാണാം.